വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ധൂപാർപ്പണത്തിനായി കരുവേലകം കൊണ്ടൊരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം ഉയരവും 2 മുഴം കൊമ്പുകൾ അതിനോട് ചേർന്ന് ഒന്നായിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളുകൾ പിടിപ്പിക്കണം. അതിന് കീഴെ 2 മൂലകളിലും ഓരോ സ്വർണ വളയം പിടിപ്പിക്കണം. മറുവശത്ത് ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കുന്നതിനുള്ള തണ്ടുകൾക്കിടയിലാണത്. തണ്ടുകൾ കരുവേലകം കൊണ്ട് ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷ്യപേടകത്തെയും മറയ്ക്കുന്ന തിരശീലകൾക്ക് മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കൊരുക്കുമ്പോൾ അഹ്റോൻ ബലിപീഠത്തിൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണം. സായാഹ്നത്തിലും ദീപം കൊളുത്തുമ്പോൾ അവൻ അതിന്മേൽ പരിമളദ്രവ്യം പുകയ്ക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിന്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടത്തണം. അവിശുദ്ധ ധൂപമോ ദഹന ബലിയോ ധാന്യബലിയോ അതിന്മേൽ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യം ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിൽ പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, ധൂപപീഠം ഉണ്ടാക്കാനും രാവിലെയും വൈകിട്ടും ശുശ്രൂഷയ്ക്ക് മുമ്പ് ധൂപം പുകയ്ക്കാനും അന്ന് അഹ്റോനും പുരോഹിതന്മാർക്കും കൊടുക്കുന്ന നിയമം ആണെന്ന് പറഞ്ഞേൽപ്പിക്കുന്ന കൽപ്പനയാണ്. ബലിയുടെ ഒരുക്കത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷകളെ കുറിച്ചാണ് പറയുക. ബലിയെ കുറിച്ച് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ ആ ബലിക്ക് മുമ്പായിട്ട് ദിവസവും അതിനായിട്ട് ഒരുക്കപ്പെട്ട സ്ഥലം ധൂപിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ്. ധൂപം രാവിലെയും വൈകിട്ടും ധൂപിക്കണം. പ്രിയമുള്ളവരെ, അത്ര വിശുദ്ധിയോടുകൂടി ദൈവശുശ്രൂഷയ്ക്കായി ഒരുക്കപ്പെടുവാനുള്ള ജനത്തിൻ്റെ ഒരുക്കലാണ് നമ്മളിവിടെ കാണുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ബലിയർപ്പണത്തിൽ നമുക്കറിയാം, നമുക്ക് സന്ധ്യാപ്രാർത്ഥനകളുണ്ട്. എല്ലാ ദിവസവും മോർണിംഗിലെ നമുക്ക് വിശുദ്ധ കുർബാനയുണ്ട്. ഇത് രണ്ടും ദേവാലയത്തിൽ ഇന്നും നടക്കുന്ന ശുശ്രൂഷകളാണ്. അവിടെയൊക്കെ ആ ധൂപാർപ്പണത്തിനുള്ള പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു നോക്കുക. നമ്മുടെ സഭയിൽ ഇന്ന് ധൂപാർപ്പണത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്നാൽ മറ്റ് പൗരസഭകൾ അതിന് പ്രത്യേക പ്രാധാന്യം കൊടുത്തു തന്നെയാണ് പോവുക. പ്രിയമുള്ളവർ, ഇവിടെയൊക്കെ ആ ബലിയർപ്പണത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ വിശുദ്ധി, അതിൻ്റെ പരിപാവനത, ഇത് നമുക്ക് കൂടുതൽ ആഴപ്പെടാനും ഒത്തിപ്പെടാനും ഇതൊക്കെ നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മുന്നൊരുക്കങ്ങൾ ബലിയർപ്പണത്തിന് വേണ്ടി ചെയ്ത് ഒരുങ്ങി ബലിയർപ്പണത്തിന് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ ദിനവും ബലിയർപ്പണത്തിൽ കടന്നു പോകുമ്പം പൂർണ്ണ സമർപ്പണത്തോടെ പോകാനും അത് അനുഗ്രഹപ്രദമായി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനും ഇടയാക്കണം. ബലിവേദിയിൽ അർപ്പിക്കപ്പെടുന്നത് നമ്മുടെ മിശിഹായാണെന്നും അവൻ എനിക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ സ്മരണയാണെന്നും അവൻ ബലിയായി തീർന്നുകൊണ്ട് എന്നിൽ വസിക്കുവാൻ അപ്പമായി എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നും ആഴമായ ബോധ്യമുണ്ടാകണം. ഇനി ഞാനല്ല, എന്നിൽ വസിക്കുന്നത് ക്രിസ്തുവാണെന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി നമ്മളിൽ ഉണ്ടാവുക. ആ ഒരു തലം നമുക്കുണ്ടാകാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.